തിരുവനന്തപുരം പുതുക്കുറിച്ചിയിൽ കസ്റ്റഡിയിലെടുത്ത പ്രതികളെ ബന്ധുക്കൾ മോചിപ്പിച്ചതിൽ കടുത്ത നടപടികളിലേക്ക് കടന്ന പോലീസ്. പ്രതികളെ മോചിപ്പിച്ചതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തതിനും ബന്ധുക്കൾക്കെതിരെ കേസെടുക്കും. അജീഷ് ജയകുമാർ നൽകും തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ. അജീഷ്, ബന്ധുക്കളെത്തി പ്രതികളെ മോചിപ്പിച്ച സംഭവത്തിലാണ് ഇപ്പോൾ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അജീഷ് ജയകുമാറിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താം. പുതുക്കുറിച്ചിയിലാണ് സംഭവം. കസ്റ്റഡിയിലെടുത്ത പ്രതികളെ ബന്ധുക്കളെത്തി മോചിപ്പിച്ചതിൽ നടപടികളിലേക്ക് കടക്കാൻ പോവുകയാണ് പോലീസ്. പ്രതികളെ കൂട്ടമായി എത്തി മോചിപ്പിക്കുകയും ഒപ്പം പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നതിനും ബന്ധുക്കൾക്കെതിരെ കേസെടുക്കുമെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അജീഷ് ജയകുമാറുണ്ട് ടെലിഫോൺ ലൈനിൽ വിവരങ്ങളുമായി. അജീഷ്, എന്താണ് ഈ സംഭവം, വിവരങ്ങൾ? പ്രജിൻ, ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇന്നലെ രാത്രി 7:30-ക്കാണ് പെരുമാതുറ തീരദേശ പ്രദേശമായ പെരുമാതുറയിലെ പുതുക്കുറിച്ചിയിൽ ഈ കുറച്ച് ആളുകൾ തമ്മിൽ അടിപിടി ഉണ്ടാവുന്നൊരു വിവരം പോലീസിന് കിട്ടിയത്. ഈ വിവരത്തെ തുടർന്ന് കഠിനംകുളം പോലീസിലെ 3 ഉദ്യോഗസ്ഥർ ഈ പുതുക്കുറിച്ചി പ്രദേശത്തെത്തുകയായിരുന്നു. ഇതിൽ പ്രതികളായ 2 സഹോദരങ്ങളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പക്ഷേ ഇവരെ ജീപ്പിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ ഇവരുടെ ബന്ധുക്കളായിട്ടുള്ള കുറച്ചധികം സ്ത്രീകൾ പോലീസിനെ തടഞ്ഞു നിർത്തുകയായിരുന്നു. ഇതിനെ തുടർന്ന് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ഈ പ്രതികളെ ഇവർ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ടു. കൂടുതൽ ആളുകൾ സംഘടിച്ചെത്തിയോടെ പോലീസിന് വേറെ നിവൃത്തിയില്ലാതെ ഇവരെ വിട്ടുകൊടുക്കേണ്ടി വന്നു. പിന്നെയും പ്രശ്നം വഷളായതോടെ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള കൂടുതൽ പോലീസ് സംഘം ഇവിടെ എത്തുകയും പിന്നീട് ആളുകളോട് സംസാരിച്ച് ഇവരെ പിരിച്ചുവിടുകയും ചെയ്തു. എന്തായാലും ഇന്നലെ രാത്രി ആയതുകൊണ്ട് കൂടുതൽ നടപടിയിലേക്ക് പോലീസ് കടന്നില്ല. പക്ഷേ പോലീസിനെ വിളിക്കുമ്പോൾ അറിയിക്കുന്നത്, കാരണം പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനടക്കം കേസെടുക്കുമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. 2 കേസുകളാണ് പോലീസ് എടുക്കുക. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനൊപ്പം തന്നെ ഈ പ്രതികളെ മോചിപ്പിച്ചതിനും പോലീസ് കേസെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രജിൻ, ശരി. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകി.